ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എൻ്റെ പൊന്നു മക്കളെ, ഇത് കുറേ നാളായിട്ട് അന്വേഷിച്ച് നടന്നൊരു സാധനമാണ് കേട്ടോ. ഇത് അവക്കാഡോയാണ്. അപ്പോൾ ഞാൻ ഈ ഫ്രൂട്ട് കുറേ നാൾ ഒരുപാടടുത്ത് പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു കിട്ടാനായിട്ട്. പക്ഷേ അപ്പോഴൊന്നും ഞാൻ ചെല്ലുമ്പോൾ ഒന്നും സ്റ്റോക്ക് കാണില്ല, അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിരുന്നു. അപ്പം ഇപ്പോൾ എന്തായാലും ഒരെണ്ണം എൻ്റെ കയ്യിൽ കിട്ടിയിട്ടുണ്ട്. ഇത് 1 കിലോയ്ക്ക് 300 രൂപയാണ്. ഇതിപ്പോൾ 1/2 കിലോ അടുപ്പിച്ചുണ്ട്. അപ്പോൾ ഞാനിപ്പം കൊണ്ടുവന്നപ്പോൾ നല്ല പഴുക്കാത്തതായിരുന്നു. അപ്പം ഞാനിപ്പം അതിന് ഫ്രൂട്ട്സിൻ്റെ ഇടയിൽ, അതായത് അവർ പറഞ്ഞിരുന്നു പഴത്തിൻ്റെ ഇടയിൽ വെച്ചേക്കാനായിട്ട്. അപ്പോൾ അങ്ങനെ പഴുപ്പിക്കുന്നതിൻ്റെ കൂടെയാണ് ഞാൻ വെച്ചിരുന്നത്. അപ്പം 2 ദിവസമായപ്പോൾ ഈ ഒരു കണക്കിന് പഴുത്ത് കിട്ടി കേട്ടോ. അപ്പോൾ ഇങ്ങനെ കത്തി വെച്ചാൽ തന്നെ ഇറങ്ങി പോവുകയാണ് കേട്ടോ. അപ്പം അത്രയ്ക്ക് അങ്ങ് നല്ല ഇതായിട്ട് പഴുത്ത് വന്നിട്ടുണ്ട്. ഞാൻ അപ്പം അതിൻ്റെ പതിയെ എനിക്ക് പേടിച്ചിട്ട് എനിക്ക് കുരു ആവശ്യമുണ്ട്. കാരണം എന്ന് വെച്ചാൽ ഇവിടെ ഒരു അവക്കാഡോയുടെ തൈ ഞാൻ കൊണ്ടുവച്ചിട്ടുണ്ടായിരുന്നു. അപ്പോഴാണ് ഞങ്ങളുടെ വീട് പണി ഒരു ബ്ലോക്ക് ചെയ്തപ്പോഴും അതങ്ങ് നശിച്ചു പോയി. അപ്പോൾ അതിന് ശേഷം പിന്നെ ഞാൻ തൈ നോക്കിയപ്പോഴൊന്നും കിട്ടിയില്ല. അപ്പോൾ ഇതിന് ഒരെണ്ണം വാങ്ങിച്ചിട്ട് നടാം എന്നുള്ള പരിപാടിയിലാണ് ഞാനിപ്പം അത് വാങ്ങിച്ചത്. അപ്പം ഇതാണ് അതിൻ്റെ ഒരു കുരു എന്ന് പറയുന്നത്. ഇത്രയും വലിപ്പമുണ്ട് കേട്ടോ ഒരെണ്ണത്തിന്. അപ്പോൾ പതിയെ എടുക്കണം. പക്ഷെ നല്ല അത് മുളച്ച് വന്നിട്ടുണ്ട് കേട്ടോ. പഴുത്തപ്പോൾ തന്നെ ശകലമൊന്ന് മുളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നല്ല പഴുത്തു കേട്ടോ. ഇതാണ് അതിൻ്റെ കുരു. അപ്പോൾ ചെറുതായിട്ടൊരു മുള വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൽ തോല് പതിയൊന്ന് എടുത്താൽ മതി. ഇതാണ് നമ്മുടെ ബട്ടർ ഫ്രൂട്ട് എന്ന് പറയുന്നത്, വെണ്ണപ്പഴം. ശരിക്കും വെണ്ണ പോലെ തന്നെ കേട്ടോ അതിൻ്റെ ടേസ്റ്റൊക്കെ. ഇതാണ് അതിൻ്റെ കുരു. അപ്പോൾ ഞാനിപ്പോൾ ഇതിൻ്റെ ചെറിയ പാടയൊക്കെ ഉണ്ട്, അതിൻ്റെ പുറത്തുള്ള പാട മുഴുവനൊന്ന് എടുത്ത് മാറ്റുന്നുണ്ട്. അപ്പോൾ മാറ്റി, അപ്പോൾ കുറച്ചെന്തോ എൻ്റെ കണ്ണിപ്പെട്ടതാണ്, അപ്പോൾ അതുകൂടെ എടുത്ത് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് അതിൻ്റെ അടിഭാഗവും. പിന്നെ ഈ മേളിലാണ് അതിൻ്റെ ഈ ഭാഗമാണ് അതിൻ്റെ മുളപ്പിക്കുന്ന ഭാഗം. അപ്പം ഞാനിപ്പം ഇത് ഒന്ന് മുളപ്പിച്ചെടുക്കാനുള്ളൊരു ശ്രമമാണ് കേട്ടോ. അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് ഒരു 3 ടൂത്ത് പിക്ക് എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു സൈഡിൽ ഇങ്ങനെ ഒന്നിങ്ങനെ ഇത്ര ഒരു ഇതിൽ ഒന്ന് കുത്തിയിട്ടുണ്ട്. അത് അകത്ത് കയറി അങ്ങ് ഭയങ്കരമായിട്ട് പോകരുതേ. അത് നമ്മൾ കുറച്ച് ജസ്റ്റ് ഇങ്ങനെ കുത്തി വെച്ചാൽ മതി കേട്ടോ. അപ്പം ഒന്ന് പിടിച്ചിരിക്കണം, അത്രയും മതി. അപ്പോൾ ഈ ഒരു കണക്കിന് ഞാൻ 3 സൈഡും കുത്തി വെച്ചിട്ടുണ്ട്. നമ്മുടെ ക്ലൈമറ്റിൽ ഇത് വളരുമെന്നാണ് പറയുന്നത്. അപ്പോൾ എന്തായാലും ഒരു ശ്രമമാണിത്. അപ്പോൾ ഞാനിപ്പോൾ ഒരു ഗ്ലാസ് വെള്ളം എടുത്തിട്ടുണ്ട്. അപ്പോൾ ആ വെള്ളത്തിലാണ് ഞാനിപ്പോൾ ഇത് വാട്ടറിൽ നമുക്ക് വളർത്തിയെടുക്കാം എന്ന് പറഞ്ഞിട്ടാണ് ഞാനിപ്പോൾ ചെയ്യുന്നത്. അപ്പം ഇതിനി അതിലോട്ടൊന്ന് പതിയെ ഇറക്കി വയ്ക്കാം. അപ്പോൾ താഴ്ന്നു പോകാതിരിക്കാനാണ് നമ്മൾ ഈ 3 സൈഡും ഈ നമ്മുടെ ടൂത്ത് പിക്ക് വെച്ചിരിക്കുന്നത് കേട്ടോ. അപ്പം ഇതിൻ്റെ ആ സപ്പോർട്ടിൽ ഇതങ്ങ് താഴ്ന്നു പോകില്ല, അങ്ങനെ നിൽക്കുക. അപ്പം ഈ വെള്ളത്തിൽ തൊട്ട് നിൽക്കണം. അപ്പോൾ ഈ ഒരു കണക്കിനാണ് നിൽക്കേണ്ടത് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ മേൽഭാഗം മുള വരും, താഴോട്ട് വേര് വരും എന്നാണ് പറഞ്ഞത്. അപ്പം എന്തായാലും നമുക്ക് നോക്കാം. അപ്പോൾ അതിൻ്റെ വെയിറ്റ് ചെയ്യാം. ഓക്കെ, താങ്ക് യു ഫ്രണ്ട്സ്, ആൻഡ് ഓൾസോ താങ്ക് യു ഫോർ വാച്ചിങ്.